കഴിഞ്ഞ ക്ലാസ്സിൽ ഫ്ലോ ട്രാൻസ്ഡ്യൂസേഴ്സിൻ്റെ കുറച്ച് ബേസിക് പ്രിൻസിപ്പിൾസും കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇനി നമുക്ക് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്നുള്ള കേസാണ്. അതും ഫ്ലോനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് ഇതിലും വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ഫിഗർ നോക്കാം. ഓക്കെ, ഇവിടെ സംഭവം എന്താ? അപ്പോൾ നിങ്ങളിത് പലപ്പോഴും നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. നിങ്ങളിപ്പോൾ ഗാർഡനിങ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം നനയ്ക്കുന്ന സമയത്ത് നിങ്ങൾ കുറച്ചും കൂടെ ദൂരത്തേക്ക് വെള്ളം പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഒന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വിരൽ ആ വെള്ളം ഫ്ലോ ചെയ്യുന്നതിൻ്റെ അവിടെ വെച്ച് കൊടുക്കും, അല്ലേ? അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ വെള്ളം കുറച്ചുകൂടെ പ്രഷറിൽ മുന്നോട്ട് പോകുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുള്ള, നിങ്ങൾ അപ്ലൈ ചെയ്ത് നിങ്ങൾ ഫീൽ ചെയ്തൊരു കാര്യമാണ്. ഇതിൻ്റെ പിന്നിലുള്ള പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇഫ് ഏരിയ റെഡ്യൂസ്ഡ് വെലോസിറ്റി ഇൻക്രീസ്ഡ്. നമുക്ക് ഒരു ഏരിയ നമ്മൾ കുറച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ ഈ ഒരു പൈപ്പിൽ നോക്കുക, ഇവിടെ ഇത്രയും ഏരിയാസ് ഉണ്ടായിരുന്നു, അതിൻ്റെ ഏരിയനെ നമ്മളൊന്ന് റെഡ്യൂസ് ചെയ്ത് കൊടുത്തു. അപ്പോൾ റെഡ്യൂസ് ചെയ്യുമ്പോൾ ഇത്രയും ഏരിയയിലേക്ക് അതൊന്ന് റെഡ്യൂസ് ചെയ്തു. അപ്പോൾ ഏരിയ ഫ്ലോ, അതിലൂടെ പോകുന്ന വാട്ടറിൻ്റെ ഫ്ലോയും എന്തായി, ആ ഒരു ഏരിയയിലേക്ക് റെഡ്യൂസ് ആയി. ആ റെഡ്യൂസ് ആവുന്നതിനനുസരിച്ച് അതിൻ്റെ വെലോസിറ്റി ഇൻക്രീസ് ആവുന്നു, അല്ലെങ്കിൽ സ്പീഡ് ഇൻക്രീസ് ആവുന്നു. ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന കേസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം? അതിൻ്റെ ഏരിയ റേറ്റ് ഓഫ് ഫ്ലോ എന്നുള്ളൊരു കേസ് കണ്ടുപിടിക്കാനുണ്ട്. റേറ്റ് ഓഫ് ഫ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ Q ഈസ് ഈക്വൽ ടു V/L എന്നുള്ളതാണ്. V/T. റേറ്റ് ഓഫ് ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q. റേറ്റ് ഓഫ് ഫ്ലോനെ നമ്മൾ Q എന്ന് പറയുന്ന ഒരു ലെറ്റർ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ Q ഈസ് ഈക്വൽ ടു V/T. വോളിയം ഓഫ് ലിക്വിഡ് ഡിവൈഡഡ് ബൈ ടൈം എന്നുള്ളതാണ് റേറ്റ് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത്. ഒരു പെർട്ടിക്കുലർ ടൈമിൽ നമ്മൾ എടുക്കുന്ന വോളിയം എത്ര പാസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ റേറ്റ് എത്രയാണെന്നുള്ളതാണ് Q കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? നേരത്തെ നമ്മൾ ഒരു ഇത് പറഞ്ഞു, അല്ലേ? Q ഈസ് ഈക്വൽ ടു A ഇൻറ്റു V എന്നുള്ള ഒരു കേസ് പറഞ്ഞു. എന്താണത്? നമ്മൾ പറഞ്ഞു ഏരിയ കുറയുമ്പോൾ അതിൻ്റെ വെലോസിറ്റി കൂടുന്നു എന്നുള്ള ഒരു കേസാണ് നമ്മളവിടെ പറഞ്ഞത്, അല്ലെങ്കിൽ ഏരിയ കുറയുമ്പോൾ വെലോസിറ്റി കൂടുന്നു. ഓക്കെ, ഇനി നമുക്ക് ഒരു ഇക്വേഷനും കൂടി കണ്ടെത്താനുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടത് Q ഈസ് ഈക്വൽ ടു V/T എന്ന് പറയുന്ന ഒരു കേസാണ് നമ്മൾ പറഞ്ഞത്. Q എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റേറ്റ് ഓഫ് ഫ്ലോൻ്റെ റേറ്റ്, V എന്ന് പറയുന്നത് വോളിയം ഓഫ് ലിക്വിഡ്, ടൈം T. ഓക്കെ, ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ m3/സെക്കൻഡ് എന്നുള്ളതാണ് ഇതിൻ്റെ യൂണിറ്റ്. V/T, Q ഈസ് ഈക്വൽ ടു V/Tൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് m3 ആണ്. കാരണം വോളിയം ഓഫ് ലിക്വിഡിനെ m3 വെച്ചിട്ടും ടൈമിനെ സെക്കൻഡ് വെച്ചിട്ടുമാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ m3/s എന്നുള്ള കേസിലാണ് Qൻ്റെ യൂണിറ്റ് പറയാം. ഇനി നമുക്ക് വേറൊരു ഇക്വേഷൻ കൂടി കണ്ടെത്താനുണ്ട്. ദാറ്റ് ഈസ് ഡിസ്ചാർജ് ഇക്വേഷൻ. Q ഈസ് ഈക്വൽ ടു A ഇൻറ്റു V എന്നുള്ളൊരു ഇക്വേഷൻ കൂടി കണ്ടെത്താനുണ്ട്. അത് കണ്ടെത്തുന്നതിൻ്റെ മുന്നേ അതെങ്ങനെയാണ് കണ്ടെത്തുക എന്നുള്ളത് ഡിറൈവ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കാം, നമ്മളൊരു പൈപ്പ് എടുത്തു. ഓക്കെ, ഈ ഒരു പൈപ്പിലൂടെ നമ്മൾ വെള്ളം പമ്പ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, അതൊരു അത്യാവശ്യം ലെങ്ത് ഉള്ളൊരു പൈപ്പാണ്. ഈ ലെങ്ത് ഉള്ള പൈപ്പിൽ നിന്ന് നമുക്ക് ഈ ഇക്വേഷൻ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു ഏരിയ സെലക്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഏരിയ, അപ്പോൾ ഇവിടെ P ആൻഡ് Q എന്ന് പറയുന്ന പൈപ്പിൽ ഈ ഒരു ഏരിയ നമ്മൾ കവർ ചെയ്യുകയാണ്. അതിൻ്റെ വാട്ടർ പോകാനുള്ള ഏരിയ എന്ന് പറയുന്നത് A ആണ്. ഈ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന P ആൻഡ് Qൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് L ആണ്. ഓക്കെ, ദെൻ ഇതിലൂടെ പോകുന്ന വെള്ളത്തിൻ്റെ വോളിയം എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ V ആണ്, അല്ലെങ്കിൽ അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ V ആണ്. കൺസിഡർ എ പൈപ്പ് ഓഫ് യൂണിഫോം ക്രോസ് സെക്ഷൻ ഏരിയ A, then let V is equal to velocity of fluid, L is equal to length of section P and Q. Then we know that the distance is equal to velocity into time. Distance എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി ഇൻറ്റു ടൈം. ഓക്കെ, വെലോസിറ്റി V എന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ട്, ദെൻ ഇൻറ്റു ടൈം, അതാണ് എന്ത് ലെങ്ത് എന്ന് പറയുന്നത്. സോ ദ വോളിയം ഓഫ് ലിക്വിഡ് ദാറ്റ് ഹാസ് പാസ്ഡ് സെക്ഷൻ PQ in time T is capital V equal to A into V into T. ഓക്കെ, ദെൻ ലെങ്ത് എന്നുള്ളത് നമുക്ക് ഓൾറെഡി നമ്മൾ ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. A into L ആണ് എന്നുള്ളത് നമുക്കറിയാം. സോ V is equal to നേരത്തെ നമ്മളൊരു ഇക്വേഷൻ Q is equal to V/T എന്നുള്ളത് നമുക്ക് അറിയുന്ന പോലെ തന്നെ V is equal to A into വോളിയം എന്നുള്ളതും നമുക്കറിയുന്ന ഒരു ഇക്വേഷൻ ആണ്.
സോ വി ഈസ് ഈക്വൽ ടു എ ഇൻറ്റു വി ഇൻറ്റു ടി എന്നുള്ളതാണ് എന്ത് വോളിയം എന്ന് പറയുന്നത്. വോളിയം ഓഫ് ലിക്വിഡ് ദാറ്റ് ഹാസ് പാസ്ഡ് സെക്ഷൻ പി ആൻഡ് ക്യൂ ഇൻ ടൈം ടി. ഈ പി ക്യൂ എന്ന് പറയുന്ന സെക്ഷനിലൂടെ ഒരു ടി ടൈമിൽ പാസ് ചെയ്യുന്ന വെള്ളത്തിന്റെ അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രയാ? ക്യാപിറ്റൽ വി ആണ്. ഓക്കെ, ദെൻ റേറ്റ് ഓഫ് ഫ്ലോ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ക്യൂ ഇസ് ഈക്വൽ ടു വി ബൈ ടി ആണ് എന്നുള്ളത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഇക്വേഷൻ നമ്മളിവിടെ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്യൂ ഇസ് ഈക്വൽ ടു വി ബൈ ടി. വി എന്താണെന്നുള്ളത് നമ്മളിവിടെ ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. എ ഇൻറ്റു സ്മോൾ ലെറ്റർ വി ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ ടി, ദാറ്റ് ഈസ് ക്യൂ എന്നുള്ളത് നമുക്കറിയാം. ദ റേറ്റ് ഓഫ് ഫ്ലോ എന്നുള്ള ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ ടിയും ടിയും ക്യാൻസൽ ചെയ്ത് പോകും. സോ എ ഇൻറ്റു വി എന്നുള്ളതാണ് ക്യൂ. സോ ദിസ് ഈസ് കോൾഡ് ദ ഡിസ്ചാർജ് ഇക്വേഷൻ. ക്യൂ ഈസ് ഈക്വൽ ടു എ ഇൻറ്റു വി. ഓക്കെ, ഇത് ഇത്രയും വളച്ചു കെട്ടി പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി ലൈഫിൽ അപ്ലൈ ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മൾ വെള്ളം ദൂരേക്ക് പമ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏരിയ കുറച്ചിട്ട് അതിൻ്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളത്. അതിനുള്ള ഇക്വേഷനാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഡിസ്ചാർജ് ഇക്വേഷൻ. ദാറ്റ് ഈസ് ക്യൂ ഈസ് ഈക്വൽ ടു എ ഇൻറ്റു വി എന്ന് പറയുന്ന കേസ്. ഇനി നമ്മൾ ശരിക്കും ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്നുള്ളതിലേക്ക് ശരിക്കും പോവുകയാണ്. ഇവിടെ നമുക്കൊരു കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. ജസ്റ്റ് ഫോർ എ കോൺസ്റ്റന്റ് റേറ്റ് ഓഫ് ഫ്ലോ, നമ്മൾ ഒരു കോൺസ്റ്റന്റ് റേറ്റിൽ, അതായത് നമ്മൾ റേറ്റ് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണെങ്കിൽ അതിലെ ഏരിയ വി എന്ന് പറയുന്നതൊക്കെ കോൺസ്റ്റന്റ് തന്നെ ആയിരിക്കും. എ വി എന്ന് പറയുന്നതും കോൺസ്റ്റന്റ് ആയിരിക്കും. ഏരിയ ഇൻക്രീസ് ചെയ്യുന്നതോടുകൂടി വി ഡിക്രീസ് ചെയ്യുന്നു, ഏരിയ ഡിക്രീസ് ചെയ്യുന്നതോടുകൂടി വി ഇൻക്രീസ് ചെയ്യുന്നു. വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ വെലോസിറ്റി ആണ്, അതായത് സ്പീഡ്. ഓക്കെ, ദെൻ എയും വിയും ഒരു കോൺസ്റ്റന്റ് റേറ്റ് ഓഫ് ഫ്ലോയില് എന്തായിരിക്കും? എയും വിയും കോൺസ്റ്റന്റ് ആയിരിക്കും. ഇനി എ ഇൻക്രീസ് ചെയ്യുന്നതോടുകൂടി വി അത് രണ്ടും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലാണ്. എ ഇൻക്രീസ് ആകുമ്പോൾ വി കുറയും, വി ഇൻക്രീസ് ആവുമ്പോൾ എ കുറയും, എ കുറയുമ്പോഴാണ് വി ഇൻക്രീസ് ആവുന്നത്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം. ജസ്റ്റ് ഇത്ര ആലോചിച്ചാൽ മതി. പൈപ്പിൽ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ വിരൽ വെച്ച് എന്താ സംഭവിക്കുക എന്നുള്ളത് മാത്രം ആലോചിച്ചാൽ തന്നെ ഈ ഏരിയയും വെലോസിറ്റിയും തമ്മിലുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് പോകാനുള്ളത് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന. ഓക്കെ, അപ്പോൾ നമ്മളിനി വീണ്ടും ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയിലേക്ക് പോവാം. ഇവിടെ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയിൽ നമ്മൾ നോക്കുക, ഇവിടെ ഒരു പൈപ്പിലൂടെ വെള്ളം പാസ് ചെയ്യാണ്. ഇതിൻ്റെ രണ്ട് വാരിയിങ് ആയിട്ടുള്ള ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഏരിയയും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്, വാരിയിങ് ഉണ്ട്. ഓക്കെ, ഇവിടുത്തെ ഏരിയ ഇൻക്രീസ്ഡ് ആയിട്ടുള്ള ഏരിയ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ വെലോസിറ്റി കുറവായിരിക്കും. ഇവിടുത്തെ ഏരിയ കുറവാണ്, ഡിക്രീസ്ഡ് ആണ്. സോ ഹിയർ ദ വെലോസിറ്റി ഈസ് ഇൻക്രീസ്ഡ്. നമ്മൾ നേരത്തെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ വി ഈസ് ഈക്വൽ ടു എന്താ പഠിച്ചേ? വി ഈസ് ഈക്വൽ ടു എ ഇൻറ്റു വി എന്നുള്ള ഒരു കേസ് എന്തായിരുന്നു? ഇക്വേഷൻ എന്തായിരുന്നു? ക്യൂ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു വി എന്നുള്ള ഒരു കേസ്. ഇവിടെ നമ്മൾ പറഞ്ഞു ഏരിയ കൂടുമ്പോൾ വെലോസിറ്റി കുറയും എന്നുള്ള കേസ് പറഞ്ഞു അല്ലേ? അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു പൈപ്പിൽ രണ്ട് വാരിയിങ് ആയിട്ടുള്ള ക്രോസ് സെക്ഷൻ ആണുള്ളത്. ഇവിടെ കൂടുതലും ഇവിടെ കുറവും. ഇവിടെ കൺസിഡർ ഓഫ് എ സ്റ്റഡി ഫ്ലോ എന്ന് പറഞ്ഞാൽ അവിടെ നേരെ വെള്ളം പോകുന്നത് ടർബുലന്റ് ഫ്ലോയിലല്ല, സ്റ്റഡി ഫ്ലോയിലാണ്. ഓഫ് എ ലിക്വിഡ് ത്രൂ പൈപ്പ് ഓഫ് വാരിയിങ് ക്രോസ് സെക്ഷണൽ ഏരിയ ഈ ഫിഗറിൽ കാണിച്ച പോലെ. ഇവിടെ A1 and A2 are the cross section area. This one A1 and A2 is the cross section area, and ρ1 and ρ2 is the density of the liquid at A and B. A and B എന്ന് പറയുന്ന സെക്ഷനിലുള്ള ഡെൻസിറ്റീസ് ആണ് ρ1 and ρ2. V1 small letter V1 ആണ്. V1 and V2 is the velocity of the liquid at A and B respectively. ഇനി നമുക്കറിയുന്ന ഒരു ഇക്വേഷൻ ആണ്. We know that density ρ is equal to mass by volume m by v എന്ന് പറയുന്നത്. So m is equal to ρ into v എന്ന്, ρ into volume. ഓൾറെഡി നമ്മൾ പഠിച്ചൊരു കാര്യമാണ് Q is equal to v by t എന്ന് പറയുന്നത്. നമുക്കിവിടെ mass of liquid per unit time, mass of liquid per unit time is equal to rho, volume of liquid per unit time into volume എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയുന്ന ഒരു ഇക്വേഷൻ ആണ്. സോ നമ്മൾ ഈ v by t എന്നുള്ളതിനെ നമ്മൾ എന്തായിട്ട് അപ്ലൈ ചെയ്തു?
Q ആയിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ M is equal to rho into Q എന്ന് നമുക്ക് ഇക്വേഷനെ മാറ്റി എഴുതാൻ പറ്റും. സോ മാസ് ഓഫ് ലിക്വിഡ് പെർ യൂണിറ്റ് ടൈം എന്നുള്ള കേസാണ്. അത് അതേപോലെ തന്നെ ഓർത്തിരിക്കണം. മാസ് ഓഫ് ലിക്വിഡ് ഇസ് ഇൻറ്റു മാസ് ഓഫ് ലിക്വിഡ് പെർ യൂണിറ്റ് ടൈം. ഒരു യൂണിറ്റ് ടൈമിൽ നമ്മൾ കൊടുക്കുന്ന മാസ് ഓഫ് ലിക്വിഡ് ദാറ്റ് ഈസ് കോൾഡ് M ഈക്വൽ ടു വോളിയം ഓഫ് ലിക്വിഡ്. റോ എന്ന് പറയുന്നത് വോളിയം ഓഫ് ലിക്വിഡ് പെർ യൂണിറ്റ് ടൈം. ഒരു യൂണിറ്റ് ടൈമിൽ നമ്മൾ കൊടുക്കുന്ന വോളിയം ഓഫ് ലിക്വിഡ് ആണ്. ദാറ്റ് ഈസ് കോൾഡ് P not P, rho, and Q means the V by T, velocity, volume by time എന്നുള്ളതാണ് Q എന്ന് പറയുന്നത്. So P into Q, that is M. M is equal to rho into Q എന്ന് നമുക്ക് ഇക്വേഷനെ മാറ്റി എഴുതാം. നമ്മളിപ്പോഴും ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയിലേക്ക് എത്തിയിട്ടില്ല. ദിസ് ഇസ് മാസ് ഓഫ് ലിക്വിഡ് ആണ്. മാസ് ഓഫ് ലിക്വിഡ് പെർ യൂണിറ്റ് ടൈം എന്നുള്ള കേസാണ്. ജസ്റ്റ് അത് ഓർത്തിരിക്കുക. മാസ് ഓഫ് ലിക്വിഡ് ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു ക്യൂ എന്നുള്ള കേസ് ജസ്റ്റ് ഓർത്തിരിക്കുക. ഇനി നമുക്ക് അതിൻ്റെ ഇക്വേഷനിൽ ഓരോ ഈ രണ്ട് ഏരിയയിലുള്ള എമ്മും ഫൈൻഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ M1 എന്നുള്ളത് നമ്മൾ ഓൾറെഡി കണ്ടെത്തിയതാണ് റോ ഇൻറ്റു ക്യൂ എന്നുള്ളത് അല്ലേ. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ഈ ഓരോ സ്ഥലത്തേക്കുള്ളതായിട്ട് അപ്ലൈ ചെയ്യും. ഇപ്പോൾ A എന്ന് പറയുന്ന ഏരിയയിലേക്കും B എന്ന് പറയുന്ന സ്പേസിലും വരുന്ന മാസ് ഓഫ് ലിക്വിഡ് എത്ര എന്നുള്ളത് ഫൈൻഡ് ചെയ്യുക ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡിലുള്ള മാസ് ഓഫ് ലിക്വിഡ്. സോ M1 is equal to റോ 1 into Q1. കാരണം ഈ ഒരു ഏരിയയിലുള്ളത് റോ 1 ഉം Q1 ഉം ആയിട്ട് സെലക്ട് ചെയ്തു. സോ M1 is equal to റോ 1 into Q1. ദെൻ Q1 എന്നുള്ളത് A1 into V1 ആണെന്ന് നമ്മൾ ഓൾറെഡി കണ്ടെത്തിയതാണ്. സോ നമുക്ക് Q1നെ A1 into V1 എന്നുള്ള ഇക്വേഷൻ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ A1 into V1 into റോ 1 എന്നായിട്ട് കൺവേർട്ട് ആയി M1 എന്നുള്ള ഇക്വേഷൻ. ഓക്കെ, ഇനി രണ്ടാമത്തെ ഏരിയയിലുള്ള ഇക്വേഷനെ ഫൈൻഡ് ചെയ്യാം. സോ M2 is equal to Q2 into റോ 2. ഓക്കെ, ഇവിടെ Q2 എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിലുള്ള വോളിയമാണ്. അതേപോലെ തന്നെ റോ 2 എന്ന് പറയുന്നതും ഈ ഏരിയയിലുള്ളതാണ്. ഓക്കെ, സോ Q2നെ നമുക്ക് വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. A2 into V2 എന്നുള്ള കേസ്. സോ A2 into V2 into റോ 2 എന്നായിട്ട് നമ്മുടെ മാസ് ഓഫ് വോളിയം പെർ യൂണിറ്റ് ടൈമിനെ കൺവേർട്ട് ചെയ്യാം. ഓക്കെ, ഇനി സിൻസ് ദ ഫ്ലോ ഈസ് സ്റ്റഡി, ഇത് എല്ലാതും നമ്മൾ എവിടെയാണ് അപ്ലൈ ചെയ്യണത്? നമ്മൾ സ്റ്റഡി ഫ്ലോയിൽ മാത്രമേ ഈ ഒരു കേസ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ടർബുലൻറ്റ് ഫ്ലോയിൽ നമുക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടർബുലൻറ്റ് ഫ്ലോയിലാണെന്നുണ്ടെങ്കിൽ അവിടെ ഡെൻസിറ്റി ഒക്കെ വാരിയിങ് ആയിരിക്കും. ദെൻ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇൻകംപ്രസിബിൾ ഡെൻസിറ്റി അല്ലെങ്കിൽ ഇൻകംപ്രസിബിൾ എന്നുള്ള ഫോർമാറ്റിലാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൻസിറ്റി ഈസ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഡെൻസിറ്റി ഈസ് സിമിലർ ആണ്. ഈ ഒരു കേസിൽ മാത്രമേ നമുക്ക് ഇതേപോലെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. സിൻസ് ദ ഫ്ലോ ഈസ് സ്റ്റഡി, മാസ് ഓഫ് ലിക്വിഡ് അറ്റ് എ ഈസ് ഈക്വൽ ടു മാസ് ഓഫ് ലിക്വിഡ് അറ്റ് ബി. രണ്ടിടത്തും മാസ് ഓഫ് ലിക്വിഡ് ഓഫ് എയും മാസ് ഓഫ് ലിക്വിഡ് ഓഫ് ബിയും സെയിം ആണ് എന്നുള്ളതാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്നുള്ള കേസിൽ നമുക്ക് പറയാനുള്ളത്. സോ എന്ന് പറഞ്ഞാൽ M1 is equal to M2 എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. A1 V1 റോ 1 is equal to A2 V2 റോ 2 എന്ന് പറയുന്ന കേസ്. ഇത് എവിടെ മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ? സ്റ്റഡി ഫ്ലോ ആവുന്ന സമയത്ത് മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ടർബുലൻറ്റ് ഫ്ലോ ആവുമ്പോൾ അവിടെ എല്ലാം വാരിയിങ് ആണ്, ഡെൻസിറ്റി വാരിയിങ് ആണ്, വെലോസിറ്റി വാരിയിങ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കേസിൽ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന കേസ് വരുന്നത് സ്ട്രെയിറ്റ് ലൈൻ ഫ്ലോ അല്ലെങ്കിൽ സ്ട്രീം ലൈൻ ഫ്ലോ ആവുന്ന കേസിൽ മാത്രമാണ്. So we have to conclude the equation of continuity into A1 V1 is equal to A2 V2 എന്ന് പറയുന്ന കേസിലേക്ക് നമുക്കതിനെ കൺക്ലൂഡ് ചെയ്യാം. അതൊക്കെ കൂടെ നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. ഇവിടെ ആസ് ഏരിയ ഇൻക്രീസസ് വെലോസിറ്റി ഡിക്രീസസ്. ഏരിയ ഇൻക്രീസ് ചെയ്യുമ്പോൾ വെലോസിറ്റി ഡിക്രീസ് ചെയ്യുന്നു പറഞ്ഞു. നമ്മൾ നേരത്തെ ഈ ഒരു ഫിഗർ കണ്ടതാണ്. ഏരിയ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വെലോസിറ്റി ഡിക്രീസ് ആവുന്നുള്ള കേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഏരിയ കുറയുമ്പോൾ അതിൻ്റെ വെലോസിറ്റി ഇൻക്രീസ് ആവുന്നു. നമ്മൾ പല സ്ഥലങ്ങളും ഇത് അപ്ലൈ ചെയ്യുന്നുണ്ട്. ദ വെലോസിറ്റി ഓഫ് ഫ്ലോ ഈസ് ലാർജർ വെർ ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഈസ് സ്മോൾ ആൻഡ് വൈസ് വേഴ്സ. Then since A2 less than or equal to A2, the velocity of the flow is greater than B at, that is V2 greater than V1. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. Then the liquid experiences an accelerating force between A and B. The accelerating force can be present only if the pressure at A is greater than the pressure at B. We conclude that in steady flow of liquid, pressure is more where speed is less
ആൻഡ് വൈസ് വേഴ്സ്. പ്രഷർ കൂടുതലായിരിക്കും സ്പീഡ് കുറയുമ്പോൾ. ഓക്കെ, ഇത്രയാണ് നമ്മൾ കൺക്ലൂഡ് ചെയ്യാനുള്ളത്. ഓക്കെ, ബാക്കി നമുക്ക് ബെർണോളി പ്രിൻസിപ്പിൾ നെക്സ്റ്റ്